വെൽക്കം ടു റേഡിയൻറ്റ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരെ പ്ലേലിസ്റ്റിലേക്ക് പോവുക. അപ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ്, ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമെന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? കൺസ്യൂമേഴ്സിനെ പറ്റിയിട്ട് പഠിച്ചല്ലേ. കൺസ്യൂമർ കോർട്ടുകൾ എന്താണെന്നും കൺസ്യൂമർ കോർട്ടുകൾ ഏതൊക്കെ ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള നമ്മൾ പഠിച്ചു. ഏതൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കൺസ്യൂമർ കോടതി വഴി കിട്ടുന്നതെന്ന് പഠിച്ചു. അതിൻ്റെ പ്രധാന നിയമമായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന 1986 ആക്ട് നമ്മൾ പഠിച്ചു. സോ സിമ്പിൾ കാര്യങ്ങളല്ലേ, നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കിന്ന് പോകാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് കുറച്ച് ഭാഗങ്ങൾ എക്സ്ട്രാ. അതായത് ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയാൻ നോക്കി, വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു അപ്രോച്ച് ടു റിസോൾവ് ദം. ഇത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പില്ലെങ്കിലും നിങ്ങൾക്കിത് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ചിലപ്പോൾ ഇത് ആവശ്യമായിട്ട് വന്നെന്ന് വരാം. അപ്പോൾ എന്തൊക്കെ നിയമം ഉണ്ടെങ്കിലും നമ്മുടെ ജനങ്ങളാണല്ലേ, അവരെന്ത് ചെയ്യും? ആൾക്കാരെ പറ്റിക്കാറുണ്ട്. പല ആൾക്കാരും തെറ്റായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ അല്ലെങ്കിൽ കബളിപ്പിച്ച ആൾക്കാരെ സാധനങ്ങൾ വാങ്ങിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കെതിരെ എന്തെങ്കിലും ഫ്രോഡുകൾ നടന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആരെ അപ്രോച്ച് ചെയ്യാം? ഇതിവിടെ കണ്ടോ, കോളേജ് ഡിഗ്രിയുടെ പേരിൽ ആൾക്കാരെ പറ്റിച്ച് അറസ്റ്റായിരിക്കുന്ന ആൾക്കാരാണ്. നോക്കിയേ, ഫ്രോഡ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അല്ലേ. പല യൂണിവേഴ്സിറ്റികൾക്കും അഫിലിയേഷൻസ് ഉണ്ടാവത്തില്ല. പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ചുമ്മാതെ അങ്ങ് തുടങ്ങി വയ്ക്കും. അവിടെ കുട്ടികൾ പോവും, പഠിക്കും, അഡ്മിഷൻ എടുക്കും, പഠിക്കും, റിസൾട്ട് വാങ്ങിക്കും, സർട്ടിഫിക്കറ്റ് വാങ്ങും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അതെന്താണ്? ഫേക്ക് സർട്ടിഫിക്കറ്റുകളാണെന്ന്. അതിന് എന്തില്ല? വാലിഡിറ്റി ഇല്ല. പല ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ നടക്കാറുണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് അതിൽ ചെന്ന് ചാടാൻ സാധ്യത കൂടുതലുമാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒന്ന് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കൗൺസിൽ എന്ന് പറയുന്നത്, ഗ്രാൻഡ്സ് കൗൺസിൽ എന്ന് പറയുന്നത് UGC. പിന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE. പിന്നെ ബോർഡുകളുണ്ട്, സ്റ്റേറ്റ് ബോർഡ് അല്ലേ. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റികളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഫ്രോഡുകൾ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് അത് UGC ആണോ അല്ലെങ്കിൽ AICTE ആണോ, ആരാണോ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ. ടെക്നിക്കലാണെങ്കിൽ AICTE ആയിരിക്കും, അല്ലാത്തതാണെങ്കിൽ UGC ആയിരിക്കും. അപ്പോൾ ഇവരുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ട് വേണം ചെന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇനി അങ്ങനെ നമുക്ക് അറിയാതെ അഡ്മിഷൻ എടുക്കേണ്ടി വന്നു, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് കൺസ്യൂമർ ഫോറങ്ങളിൽ അപ്രോച്ച് ചെയ്യാം, പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യാം? കംപ്ലയിൻറ്റ് കൊടുക്കാം. സോ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഫ്രോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് സാധാരണഗതിയിൽ വരാറുള്ളത്? ഫേക്ക് ആയിട്ടുള്ള കോളേജുകളും ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അല്ലേ. 5 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 10 പാസ്സാക്കി തരാം, +2 പാസ്സായി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരാം, ഡിഗ്രി പാസ്സാക്കിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉടായ്പകളും നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭാവിയിൽ നിങ്ങൾ ഇതിലോട്ടൊക്കെ ചെന്ന് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ UGCയും AITCയും സ്റ്റേറ്റ് ബോർഡിനും ഒക്കെയാണ് ഇതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ളത്. അവരുടെ അപ്രൂവൽ ഉള്ളതാണോ ഈ പറയുന്ന സ്ഥാപനങ്ങളെന്ന് ഉറപ്പ് വരുത്തുക. അത് അവർ പ്രിൻ്റ് ചെയ്ത് വെച്ചാൽ പോരാ, നിങ്ങൾ ഈ പറയുന്ന സൈറ്റുകൾ, ഈ പറയുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാനായിട്ട്. ഇനി അല്ലാതെ പറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റിയ? കംപ്ലയിൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്നവർ ഇതേ ചതിയിൽ ചെന്ന് ചാടും. ഇനി ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫ്രോഡ് അല്ലേ. നമുക്ക് പല വ്യാജ ഡോക്ടർമാരൊക്കെ ഉണ്ട് അല്ലേ, വ്യാജന്മാരുണ്ട് ഒരുപാട്. ചിലരാണെങ്കിൽ മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല, എന്നിട്ട് എന്താണ് ഡോക്ടറെന്നും പറഞ്ഞ് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ തെറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതുപോലെ പലയിടത്തു നിന്നും കിട്ടുന്ന കൂടിയ ബില്ല് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ബില്ല്, നമ്മൾ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റിന് ബില്ലടിച്ചേൽപ്പിക്കുക, ഇങ്ങനെ പല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡുകൾ നടക്കാറുണ്ട്. എന്ത് ചെയ്യണം? സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഗ്രീവൻസസ് പോർട്ടലുണ്ട്, എല്ലാ സ്റ്റേറ്റുകൾക്കും സെൻട്രൽ ലെവലിലും ഉണ്ട്. അവിടെ അപ്രോച്ച് ചെയ്യുക. റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ദ ഹെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് ഡയറക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, അവരെ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക. ഇനിയിപ്പോൾ പുതിയതായിട്ട് കുറച്ച് മാർഗ്ഗങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആരോഗ്യ സേതു ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് നമുക്ക് ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുള്ളതാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലയിൻറ്റുകൾ അപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി PIL എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ്. മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പൊതു താല്പര്യ ഹർജി. അപ്പോൾ അങ്ങനെ പൊതു താല്പര്യ ഹർജികൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആലോചിച്ച് OP ടിക്കറ്റിന് കൂടിയ റേറ്റ് വാങ്ങുന്നു അല്ലേ, അല്ലെങ്കിൽ മരുന്നുകൾക്ക് കൂടി പൈസ വാങ്ങുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത് ഫ്രോഡുലൻറ്റ് ഓഫേഴ്സ് ഓഫ് ജോബ് അബ്രോഡ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡ് മൊത്തം എങ്ങോട്ടാണ്? യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, വിദേശ രാജ്യത്തോട്ടാണ്. ആർക്കും നാട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല. അതിന് പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്താണ്?
ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കുറവാണ്. അപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഏക വഴി എന്താണ്? എന്തെങ്കിലും ഹയർ കോഴ്സ് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വിദേശത്തോട്ട് പോകാം. അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാം. പാർട്ട് ടൈം ജോലി ചെയ്ത് കുറച്ച് കാലം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഏതൊരു നല്ല കമ്പനിയിൽ ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നാട്ടിലും വീട്ടിലും ഒക്കെ വിലയും കിട്ടും. ഇതുകൊണ്ടിട്ടാണ് പിള്ളേർ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇനി ഈ പോകുന്ന പാവം പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറേ ജോബ് ഏജൻസികളുണ്ട്. ഇവിടുന്ന് അവിടെ ഭയങ്കര ജോലിയാന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ എന്ത് ചെയ്യും? പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. പോകുന്ന 10-30 ലക്ഷമൊക്കെ കൊടുത്തിട്ടായി പോകുന്നത്, ചില്ലറ പൈസയല്ല. ഇതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് എന്താ? അവിടെ ജോലിയും കാണത്തില്ല, കൂലിയും കാണത്തില്ല, താമസിക്കാനുള്ള സ്ഥലവും കാണത്തില്ല, വഞ്ചിക്കപ്പെടും. അല്ലെ പറയുന്ന ജോലി ഒന്നായിരിക്കും, കിട്ടുന്ന ജോലി ഒന്നായിരിക്കും. ഇപ്പോൾ ആടുജീവിതം സിനിമയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ പണ്ട് കിടന്നൊരു വെർഷൻസ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ വെറൈറ്റി വെർഷൻസ് ആണുള്ളത്. വിദേശ രാജ്യങ്ങളൊക്കെ അറിയാം, നമുക്ക് യൂറോപ്പ്, കാനഡയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരുപാട് പേര് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്പാത്തിലും റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതുപോലെ 10-30 ലക്ഷമൊക്കെ കൊടുത്ത് നാട്ടിൽ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ടൊക്കെ പോയവർക്ക് ഈ അബദ്ധം പറ്റുന്നത്. സോ ബി കെയർഫുൾ. അപ്പോൾ നോക്കി എന്താണ്? അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ വിസ തട്ടിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി തട്ടിപ്പോ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി, പ്രൊട്ടക്ടറേറ്റർ ഓഫ് എമിഗ്രൻറ്റ്, POE. ആരാണ്? പ്രൊട്ടക്ടറേറ്റർ ഓഫ് എമിഗ്രൻറ്റ്. എമിഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ നാട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആരാണ് അവിടുത്തെ? നമ്മളവിടുത്തെ എമിഗ്രൻ്റ് ആണ്. ആരാണ് അവിടുത്തെ? നമ്മുടെ രാജ്യത്തെ എമിഗ്രൻ്റ് ആണ്. ഇവിടുന്ന് പോകുന്ന ആൾ, ഇവിടുന്ന് എക്സിറ്റ് ആകുന്ന ആൾ എമിഗ്രൻ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇവിടുന്ന് എക്സിറ്റ് ആകുന്ന ആളാണ് എമിഗ്രൻ്റ്. ഇങ്ങോട്ട് വരുന്നതാണെങ്കിലോ ഇൻകമ്മിങ് ആയിട്ടുള്ള ഇമിഗ്രൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന പ്രൊട്ടക്ടറേറ്റർ ഓഫ് എമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇവിടുന്ന് വിദേശത്തോട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ എന്ത് ചെയ്യാം? എഫ് കേസ് ക്യാൻ ബി ഫയൽഡ് അണ്ടർ IPC 420. IPC 420 എന്താണ്? ഫ്രോഡാണ്. ഫ്രോഡുകൾക്കെതിരെയുള്ള സെക്ഷനാണ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, IPC മാറി. ഇപ്പോൾ ഭാരത നീതി സംഹിതയാണുള്ളത്, BNS ആണുള്ളത്. BNS അനുസരിച്ച് 420 മാറി കേട്ടോ. ഇപ്പോൾ BNSനകത്ത് 318 സെക്ഷനിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ഫ്രോഡിനെ പറ്റിയിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്ക് കുറച്ച് മുന്നത്തെയാണ്. ഓക്കെ, മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? BNSലെ 318 വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണറെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? പ്രവാസി സഹായതാ കേന്ദ്ര മാറിപ്പോയി. പ്രവാസി സഹായതാ കേന്ദ്രയിലെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കാം. നിങ്ങൾ നോർക്ക റൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ പറയുന്ന വിദേശത്തോട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ്. നിങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഈ നോർക്ക അറ്റസ്റ്റേഷനൊക്കെ വേണം, എങ്കിലേ അത് ജെനുവിൻ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാം. സിമ്പിൾ കാര്യങ്ങളാണ്, കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഓൺലൈൻ ഫ്രോഡുകൾ നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ്? സൈബർ സെല്ല് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് വരുന്നത് എന്താണ്? കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, CERT. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള എന്താണ് നമുക്കുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ എന്താണ്? നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലയിൻറ്റ് ചെയ്യാം. ഇനി ബാങ്കിങ് റിലേറ്റഡ് ഫ്രോഡുകളാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൺലൈൻ ഫ്രോഡിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നെക്സ്റ്റ് ബാങ്കിങ് റിലേറ്റഡ് ഫ്രോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ATM തട്ടിപ്പ്, ഫേക്ക് കോൾ വരുന്നു, അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ വരുന്നു. ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നതാണല്ലേ ഈ പറയുന്ന സൈബർ അറസ്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പൈസ തട്ടിക്കുന്ന പല ടീംസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നാൽ നമ്മൾ ആദ്യം ബാങ്കിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ബാങ്ക് വിളിച്ച് ചോദിക്കുക ഇങ്ങനെ നടക്കുന്നുണ്ടോ. ഇനി ബാങ്കുകാരെന്തെങ്കിലും പറ്റിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഈ ബാങ്കിനകത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു തസ്തിക. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്ത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. 1448 എന്ന നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ cgmbank@rbi.org എന്ന സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങൾ വത്താണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നോക്കിയേ, A consumer is treated, they can file a complaint with the concerned office or the consumer court. Consumer court അറിയാലോ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് പോയി നമുക്കൊരു വെള്ളക്കടലാസിൽ എഴുതി കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് മറ്റു കോടതികളിൽ നിന്ന് കൺസ്യൂമർ കോടതിയെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് എന്താണെന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് തെളിവുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. പക്ഷേ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ബില്ല്, റെസിപ്റ്റ്, വാറൻറ്റികൾ മസ്റ്റാണ്. അതില്ലാതെ നമുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, ബില്ല് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എവിഡൻസ് ആണ് ഈ പറയുന്ന ബില്ല്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി കഴിഞ്ഞു, അടുത്തൊരു ടോപ്പിക്കിലോട്ട് വരികയാണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കി വാങ്ങണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉൽപ്പന്നമാണോ വാങ്ങുന്നത് അതിൻ്റെ പുറകിൽ ഇതുപോലെയുള്ള സിമ്പലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ആദ്യം കാണുന്ന സിമ്പൽ നമ്മൾ ISI മാർക്ക് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ISI? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കാണ് ISI മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നം, ഫോർ എക്സാമ്പിൾ പേപ്പർ, സിമെൻറ്റ്, പെയിൻറ്റ്, ഗ്യാസ്, അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന ഇൻഡസ്ട്രികളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്കാണ് ഈ ISI മുദ്ര കൊടുക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് ഹെൽമെറ്റ് അല്ലേ.
വെറും ഹെൽമെറ്റ് വെച്ചാൽ പോരാ, ISI മുദ്ര ഉള്ള ഹെൽമെറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വെക്കാൻ. കാരണം ഇന്ത്യ ഗവൺമെൻറ് ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സിമ്പിളാണ്. അതായത് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലെ ISI മുദ്ര എന്ന് പറയുന്നത്. ഇനി അഗ്രികൾച്ചറുമായി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്ന മാർക്കാണ് അഗ്മാർക്ക്. പരസ്യത്തിൽ നിങ്ങൾ അഗ്മാർക്ക് നെയ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ പല നെയ് കമ്പനികളുണ്ടല്ലോ, മിൽമ, അങ്ങനെ ഏതൊക്കെയോ കമ്പനികളുണ്ടല്ലോ, അംബിഷൻസ്. അപ്പോൾ അതിനകത്തൊക്കെ ഈ കൊടുക്കുന്നതാണ് ഈ അഗ്മാർക്ക്. എന്തായിരിക്കും അത്? അഗ്രികൾച്ചറും ഫോറസ്റ്റ് റിലേറ്റഡ് പ്രോഡക്റ്റുകളും കൊടുക്കുന്ന സിമ്പിളാണ് അഗ്മാർക്ക് എന്ന് പറയുന്നത്. ഇനി ആഹാര സാധനങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഗോതമ്പ് മാവ്, അരിമാവൊക്കെ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തുണ്ട്? FSSAT സിമ്പിളുണ്ട്. അതായത് എന്താണ്? ഫുഡ് സേഫ്റ്റിയുടെ സിമ്പിളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നോക്കേണ്ട സിമ്പിളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് FSSAT എന്ന് പറയുന്നത്. അഗ്മാർക്ക് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി പ്രോഡക്റ്റ് കൊടുക്കുന്നതാണ്. സാധനങ്ങളുടെ ഫാം പ്രോഡക്റ്റുകൾ എന്നാണ് നമുക്ക് തന്നെ പറയുന്നത്. ഫാമിൽ നിന്ന് വരുന്ന ജന്തുക്കളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളിലൊക്കെയാണ് എന്ത് വരുന്നത്? അഗ്മാർക്ക് വരുന്നത്. അപ്പോൾ ISI വരുന്നത് എന്തിലായിരിക്കും? ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളിലാണ്. വയർ, സ്വിച്ച്, അങ്ങനത്തെ സാധനങ്ങൾ, സിമെൻറ്റ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട് വരുന്ന സാധനങ്ങൾ. ഇതിനാണ് എന്താ ഈ ക്വാളിറ്റി സിമ്പിളുകൾ കൊടുക്കും. അപ്പോൾ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഇതുകൂടെ എന്ത് ചെയ്യണം? നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് ഈ കെയർലെസ് ആൻഡ് ഇഗ്നോറൻസും അതുപോലെ കൺസ്യൂമർ എഡ്യൂക്കേഷനും ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? സിമ്പിൾ ടോപ്പിക് അല്ലേ, ഒരുപാട് ലെങ്ത് കൂട്ടുന്നില്ല ക്ലാസ്സിൻ്റെ. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.